കാരണം ഏതാണ്ട് 1959 ആ ഘട്ടത്തിലുള്ളതുപോലെ ഒരു പ്രത്യേക കൂട്ടായ്മ രൂപപ്പെട്ടു വരികയാണ്. വർഗീയ ശക്തികൾ, ജാതീയ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ സ്വത്വത്തിന്റെ ഭാഗമായിട്ടുള്ള വിഭാഗങ്ങൾ. അത് ഭൂരിപക്ഷ വർഗീയത ഒരു ഭാഗത്ത്. ഭൂരിപക്ഷ വർഗീയതയെ പറ്റി പറയുമ്പോൾ ഇവിടെ RSSനെ പറ്റി പറഞ്ഞാൽ മിണ്ടിയാൽ അപ്പോൾ RSകാരും അതിന്റെ സൈബർ സെല്ലും പൂർണ്ണമായിട്ട് കടന്നു വരുന്നത് ഹിന്ദുക്കൾക്കെതിരായിരിക്കുന്നു. CPM RSSനെതിരായിട്ട് പറഞ്ഞാൽ അത് ഹിന്ദുക്കൾക്കെതിരായിട്ടൊന്നുമല്ല. RSS ഹിന്ദുക്കളിൽ ഒരു ചെറിയ വിഭാഗം മാത്രമാണ്. RSSനെതിരായിട്ട് ഞങ്ങൾ ഇനിയും പറയും. എന്നാൽ ഹിന്ദു സമുദായത്തിന്റെ ഏതെങ്കിലും പ്രശ്നത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളല്ല വിശ്വാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഞങ്ങൾ വിശ്വാസി സമൂഹത്തെ തന്നെയാണ് പ്രധാനമായിട്ടും കാണുന്നത്. അന്ധവിശ്വാസത്തിനെതിരായിട്ട്, വർഗീയതക്കെതിരായിട്ട് പൊരുതുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ, കേരളത്തിലെ ആശ്രയിക്കാവുന്ന ഒരു വിഭാഗം വിശ്വാസികൾ തന്നെയാണ്. വിശ്വാസികളൊന്നും വർഗീയവാദികളല്ല. വർഗീയവാദികൾക്കൊട്ട് വിശ്വാസവുമില്ല. വർഗീയവാദികൾ വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുകയാണ്. വിശ്വാസികൾ യഥാർത്ഥത്തിൽ വർഗീയതക്കെതിരാണ്. അപ്പോൾ വർഗീയ വിരുദ്ധ പ്രസ്ഥാനത്തിലെ പ്രബലമായ ശക്തി വിഭാഗം വിശ്വാസികളാണ്. അതുകൊണ്ട് RSകാർ പറയുന്നത് പോലെ ഹിന്ദുക്കൾക്ക് CPM എതിരാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. RSSന് ഞങ്ങൾ എതിരാണ്. RSSനെ പറഞ്ഞാൽ ഹിന്ദുക്കൾക്കെതിരായിരിക്കും. ഇതേപോലെ മറുഭാഗത്ത് ഇപ്പോൾ MD വാസുദേവൻ എന്നവർ നമ്മളെ വിട്ടുപിരിഞ്ഞു. ഈ കേരളം കണ്ട പ്രതിഭാശാലികളായ ഏറ്റവും പ്രമുഖനായ, അതിൽ ഒന്നാം നമ്പർ ആരാണെന്ന് ചോദിച്ചാൽ MD തന്നെയാണ്. അദ്ദേഹം കഥയും അത് ചെറുകഥ മുതൽ തുടങ്ങി നോവല്, സിനിമ എന്ന് പറഞ്ഞ സംവിധാനം, തിരക്കഥ, എത്ര തിരക്കഥകളാണ് ലോകോത്തരമായ രീതിയിലുള്ളതാണ്. ഇതെല്ലാം അദ്ദേഹം കൃത്യമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മാതൃഭൂമിയിലെ വീക്കിലിയുടെ ചീഫ് എഡിറ്ററായിരുന്നു. ഒക്കെ ശരിയാ. പക്ഷേ ഈ പാർട്ടിയെ കൊത്തിവലിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മോടൊപ്പം നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവർ ഉൾപ്പെടെ ഒപ്പിട്ട് കൊടുത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് വന്നപ്പോൾ ഒപ്പിടാൻ വേണ്ടിയിട്ട് MDയുടെ അടുത്ത് പോയി. പൊതുവേ നിശബ്ദനാണല്ലോ. MD വായിച്ചു, ഒപ്പിട്ട ആളെ പേരും നോക്കി. MD പറഞ്ഞു, ഞാൻ ഒപ്പിടില്ല. വെറുതെ തിരിച്ചതല്ല, ഞാൻ ഒപ്പിടില്ല. എന്തെല്ലാം പ്രശ്നങ്ങളും വിമർശനങ്ങളും CPIMനെ പറ്റി ഉണ്ടെങ്കിലും CPIM ഇല്ലാതെ കേരളത്തെ പറ്റി ചിന്തിക്കാൻ പോലും ആവില്ല എന്നാണ് MD പറഞ്ഞത്. തുഞ്ചൻപറമ്പിലെ ഒരു സന്ദർഭത്തിലും RSകാരനെ പ്രവേശിപ്പിക്കാത്ത വർഗീയ വിരുദ്ധ നിലപാട് അതിന് ചെയർമാൻ എന്ന രീതിയിൽ ഇക്കാലം അത്രയും മുമ്പോട്ടേക്ക് കൊണ്ടുപോയ ഏറ്റവും പ്രമുഖനായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് MD. എന്താ RSകാർ പറഞ്ഞത്? RSR പറഞ്ഞത് എല്ലാ അർത്ഥത്തിലും നിർമ്മാല്യം ഉദ്ദേശിച്ചുകൊണ്ട്, നിർമ്മാല്യം മാത്രമല്ല നിരവധി കൃതികളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവർ പറയുന്നത്. അതെല്ലാം ആചാര മര്യാദകൾക്കെതിരായിട്ട് നിലകൊണ്ട ഒരാളാണ് ചത്തുപോയത് എന്നാണ്. സൈബർ അക്രമമാണ് MDക്കെതിരായിട്ട്. ഇതേപോലെ മറുഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമി എന്താ പറഞ്ഞത്? ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു, സവർണ എഴുത്തുകാരിൽ ഒരാൾ ചത്തു. മരിച്ചു എന്നൊന്നുമില്ല കേട്ടാ, അത് ഗാന്ധി ഗോഡ്സെ പറഞ്ഞ പോലെയാ ഗാന്ധിനെ പറ്റി. രണ്ട് ഭാഗവും, ഒന്ന് മുസ്ലിം തീവ്രവാദി ജമാഅത്തെ ഇസ്ലാമി SDP, മറുഭാഗത്ത് ഹിന്ദു വർഗീയവാദികൾ ഉൾപ്പെടെയുള്ള സംഘപരിവാർ. രാജ്യം മുഴുവൻ ആദരിക്കുന്ന നിലയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ശവസംസ്കാരം കഴിഞ്ഞതിന് ശേഷം ആ നിമിഷം തന്നെ ഈ രണ്ട് വിഭാഗവും എല്ലാ തലങ്ങളിലും കടന്നാക്രമണം ആരംഭിച്ചു. ഇത് നമ്മൾ കാണണം. മതനിരപേക്ഷ ഉള്ളടക്കം കൈകാര്യം ചെയ്യുന്ന ഒരു എഴുത്തുകാരനായ, രാജ്യം അംഗീകരിച്ച, എല്ലാ അർത്ഥത്തിലും ഇനി ഒന്നും അദ്ദേഹത്തിന് കിട്ടാൻ ബാക്കിയില്ല. എല്ലാ അവാർഡും നേടിയിട്ടുണ്ട് അദ്ദേഹത്തിനെതിരായിട്ടാണ്. അപ്പോൾ നിങ്ങൾ കാണണം, കേരളത്തിൽ വർഗീയതക്കെതിരായി സംസാരിച്ചാൽ അവരെയെല്ലാം ഒരേ ദിശയിൽ നയിക്കുക എതിരായിട്ട്. അതാണ് വിജയരാഘവന്റെ പ്രസംഗത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ശക്തിയായിട്ട് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ടേക്ക്, കോൺഗ്രസ് മുന്നോട്ടേക്ക് പോകും, BJP ഉൾപ്പെടെ എല്ലാവരും പോകുന്നു. ഞങ്ങളൊരു കാര്യം ഉറപ്പായിട്ട് പറയാണ്, ന്യൂനപക്ഷ വർഗീയതയുടെ അങ്ങേ തലയാണ് നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ ജമാഅത്തെ ഇസ്ലാമി.
SDPI. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് ഈ ഭൂരിപക്ഷം കിട്ടിയത് വേറെ ഒന്നും കൊണ്ടല്ല, ഇവരെ സഖ്യകക്ഷിയാക്കി മാറ്റിക്കൊണ്ട് തന്നെയാണ്. ഇവർക്ക് 10,000, 5,000 വോട്ട് ഇവിടെ മണ്ഡലങ്ങളിലൊക്കെ ഉണ്ട്. മുസ്ലിം സാന്ദ്രതയുള്ള മേഖലയിലൊക്കെ 1,00,000 വോട്ടിനൊക്കെ നമ്മൾ തോറ്റതിന്റെ പിന്നിൽ പരിശോധിച്ച് നോക്കിയാൽ ഒരു 5,000, 10,000, 15,000 വോട്ട് ഇവരുടെ വോട്ടാണ്. അവസാനത്തെ പാർലമെന്റ്, ഇപ്പോഴത്തെ ഏറ്റവും അവസാനത്തെ പാലക്കാട് തെരഞ്ഞെടുപ്പ് പരിശോധിച്ച് നോക്കിയാൽ അവിടെ 4,500ഓളം വോട്ട് BJPയുടെ വോട്ട് ഇവർ വാങ്ങിയിട്ടുണ്ട്. അതിന് പുറമെ 10,000-ലധികം വോട്ട് SDPIയുടേത് കിട്ടിയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട് എന്ന് അവർ തന്നെ പറഞ്ഞു പത്രസമ്മേളനത്തിൽ. ഒരു 3,000-4,000 വോട്ട് ജമാഅത്ത് ഇസ്ലാമിൻ്റെ ഉണ്ട്, അത്രയേ ഉള്ളൂ അവിടെ. ഇതിൽ 18,000 വോട്ടിന് ജയിച്ചത് അത്യപൂർവമാണ്, അത്ഭുതമാണ് AK ആന്റണി. ഒരത്ഭുതവും ഇല്ല. 4,000, 4,500 BJP വോട്ട് വാങ്ങിയത്, 10,000 വോട്ട് SDPIയുടെ വോട്ട്, 4,000 വോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിൻ്റെ വോട്ട്. പിന്നെ എവിടുന്ന ഭൂരിപക്ഷം? ഇതാണ് ഏറ്റവും അവസാനത്തെ പാലക്കാട് ചിത്രം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വാർത്താ നെക്സ്റ്റിന്റെ എല്ലാ വീഡിയോയും മറക്കാതെ കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ.